ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. പലർക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും നമുക്ക് പാർലറിൽ പോയി ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ അതിൻ്റെ കോസ്റ്റ് ആയിരിക്കാം ഒരു കാരണം. അപ്പോൾ വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ. ഇനി ആദ്യമായിട്ട് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആകെ വേണ്ടത് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള എഗ് വൈറ്റ് ആണ്. മറ്റൊന്നത് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആയുർവേദ ഓയിലാണ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് എന്നുള്ളത് കൂടെ നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഹെയറിൽ ഉണ്ടാവുന്ന മുടി ബ്രേക്കേജ് ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ചിലർക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാറുണ്ട്, മുടിയുടെ അടിഭാഗം പൊട്ടിപ്പോവാറുണ്ട്, ഒരു മുടി തന്നെ രണ്ടായി പിളർന്നു പോകുന്നത് കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നത്തിനും ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ മുടി നല്ല ഫ്രിസി ഒക്കെ ആയിട്ടുള്ളവരാണ്, ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കത് വളരെ ഈസി മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ ഷൈനി ആൻഡ് സ്മൂത്തായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ ഹെയർ വരാനും അതുപോലെ ഉള്ള ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കും. അതേപോലെയാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓയിൽ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്കിത് ഡാൻഡ്രഫിന് കൂടെ ഉപയോഗിക്കാവുന്നതാണ്. താരൻ മാറ്റാനും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വേണ്ടത് എഗ് വൈറ്റ് ആണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എഗ് വൈറ്റ് ആണ് നമ്മൾ പ്രോട്ടീന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ്. ആ ഓയിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളിനി ഡെയിലി എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നീലഭൃംഗ്യാദി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പുതിയ മുടി വളരാനും അതുപോലെ മുടിയുടെ ഹെൽത്തിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അതല്ല എങ്കിൽ ചെമ്പരത്യാദി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പരത്യാദി തൈലമോ അല്ലെങ്കിൽ കേര തൈലമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ അത് കേരതൈലം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതല്ല എങ്കിൽ തണുപ്പുള്ള സ്ഥലത്തുള്ളവരൊക്കെ ആണെങ്കിൽ തൈലം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെമ്പരത്യാദി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ത്രിപലാദി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മാലത്യാദി തൈലം ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി വേറെ വല്ല ഓയിലും നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഓയിലായാലും മതി. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നീലഭൃംഗ്യാദി കേരതൈലാണ്, കോട്ടക്കലിൻ്റെ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആണ്. അത് നമ്മുടെ ഹെയറിനെ നന്നായി സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് മാറാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ മുടിയുടെ ബ്രേക്കേജ് തടയാനും എഗ് വൈറ്റ് വളരെ നല്ലതാണ്. സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കാനും എഗ് വൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എഗ് വൈറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഞാൻ നീലഭൃംഗ്യാദി ഒരു 10 ml ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 to 10 ml നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നീലഭൃംഗ്യാദി എന്ന് പറയുന്നത് കയ്യുണ്ണി, അതുപോലെ നീലാമരി, ഇരട്ടി മധുരം ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അഞ്ജന ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കളറും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നല്ല സ്ട്രെങ്തൻ ആവാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ 4 തരത്തിലുള്ള പാലുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പശുവിൻ പാല്, ആട്ടിൻ പാല്, എരുമപ്പാല്, അതുപോലെ തേങ്ങ പാല്. ഈ 4 പാലുകൾ ചേർത്തിട്ടാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു നറിഷിങ് ആയിട്ടുള്ള ഓയിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് ഓയിൽ ഉപയോഗിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം നിങ്ങൾ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. നമുക്കിതൊരു മയോനൈസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളിത് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുടിക്കനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം.
നല്ല ലെങ്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 എഗ് വൈറ്റ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എണ്ണയുടെ അളവും കൂട്ടിക്കൊടുക്കാം. ഇത് നമ്മൾ സ്കാൽപ്പിലും അതുപോലെ ഹെയറിൻ്റെ അറ്റത്തേക്കും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു മിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വീക്ക്ലി 2 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ താരൻ ഉള്ളവരാണെങ്കിൽ താരന് കൂടെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ദന്തപാല തൈലം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദന്തപാല തൈലവും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ താരൻ കൂടെ കുറയാൻ അത് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾക്ക് താരനുള്ളവരാണെങ്കിൽ ദന്തപാല തൈലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ലാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്